ഹലോ, നമസ്കാരം. ജനകീയ വിഷയങ്ങളുമായി തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. ചുട്ടുപൊള്ളുന്ന ചൂടാണെങ്ങും. കേരളം കൊടും ചൂടിൽ വെന്തുരുകുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടിൽ തെല്ലൊരാശ്വാസം തേടുകയാണ് എല്ലാവരും. കൊടും ചൂടിൽ നിന്ന് രക്ഷ തേടാൻ ആറ്റിലോ തോട്ടിലോ മണിക്കൂറുകൾ ഇറങ്ങി നീരാടാൻ പലർക്കും ആഗ്രഹം കാണും. ഇതാ അത്തരമൊരു ഇടം. പത്തനംതിട്ടയിലെ കലഞ്ഞൂരിലാണ് ഈ സ്ഥലം. അവിടെയുള്ളൊരു കുളിരേകും കനാലിന് കാവലിരിക്കുകയാണ് പക്ഷേ അന്നാട്ടുകാർ. അതിന് കാരണമറിയണ്ടേ? കാണാം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കുളിരണ്ട കാവലുണ്ട്. അന്തരീക്ഷ താപനില വലിയ തരത്തിൽ ഓരോ ദിവസവും കൂടി വരികയാണ്. വീട്ടിലും ഇരിക്കാൻ കഴിയില്ല, പുറത്തേക്കിറങ്ങി നടക്കാനും കഴിയില്ല. ഈ ചൂടിൽ നിന്ന് തെല്ലൊരാശ്വാസം തേടി മലയാളികൾ എവിടേക്കെങ്കിലും പോകാമെന്ന് ഒരുപക്ഷെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. എവിടെയെങ്കിലും തോട്ടിലോ ആറിലോ പോയി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കിടക്കാനായിരിക്കാം ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം മലയാളികളും ആഗ്രഹിക്കുന്നത്. അത്തരമൊരിടം പത്തനംതിട്ട കലഞ്ഞൂരിലുണ്ട്. ആ വിശേഷങ്ങൾ കാണാം ഇനി. ഈ ചൂടുകാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെയൊരു ഇടം. ചുട്ടുപൊള്ളുന്ന ചൂടിൽ എല്ലാവർക്കും ആശ്വാസമാകുന്ന കല്ലട കനാൽ. കുഞ്ഞു കുട്ടികൾ മുതൽ യുവാക്കളും പ്രായമായവരുമടക്കം എല്ലാവരും കലഞ്ഞൂരിലെ കനാലിലേക്ക് എത്തുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ് കലഞ്ഞൂർ കനാൽ. മുമ്പെങ്ങുമില്ലാത്ത വിധം കനാൽ അറിയപ്പെട്ടതോടെ നാട്ടുകാർക്ക് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടും ഉണ്ടായി തുടങ്ങി. കനാലിലേക്ക് വരുന്ന പല ആളുകളും നാട്ടുകാർക്ക് പലതരത്തിലുള്ള ശല്യമുണ്ടാക്കുന്നുവെന്നാണ് ആക്ഷേപം. കനാലിൽ കൂടെ ചാടുന്നവരോട് ചാടരുതെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കത്തില്ല. അവർ നമ്മളെ ചീത്ത വിളിച്ചിട്ട് അടിക്കാൻ വരും. അന്നേരം രണ്ട് സൈഡിൽ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, രണ്ട് സൈഡിൽ കൂടെ വെള്ളം കവിച്ച് ഒഴിക്കുക. ഇത്രയോ അങ്ങനെ ആ സംഭവം. അങ്ങനെ ആ ചെറുക്കൻ വീണ് മരിക്കുന്നത്. മെമ്പറിനെ വിളിക്കുക, പോലീസുകാരെ വിളിച്ചാൽ ചിലപ്പോൾ പോലീസുകാർ വരും, ചിലപ്പോൾ പോലീസുകാർ വരുന്നില്ല. മെമ്പർ 2 പ്രാവശ്യം വന്ന് പുറത്തുകാർക്ക് വരുമ്പോ ചാടുമ്പോ നോക്കി കണ്ട് ചാടുക. പിന്നെ നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. പിള്ളേർക്കും വലിയവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ ചാടുമ്പോൾ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. മദ്യപിച്ചും മറ്റ് ലഹരി ഉപയോഗിച്ചും ആളുകൾ കനാലിലേക്ക് എത്തുന്നുണ്ട്. ഇതും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് കനാലിന്റെ കൈവരിയിലൂടെ നടന്ന യുവാവ് 60 അടി താഴ്ചയിലേക്ക് വീണ് മരിച്ചു. കനാലിലേക്ക് കുളിക്കാൻ ആളുകൾ എത്തുന്നതിൽ നാട്ടുകാർക്ക് പരാതിയും പരിഭവവും ഒന്നുമില്ല. പക്ഷേ ആർക്കും ശല്യമാകാതെ സുരക്ഷിതമായി വന്ന് കുളിച്ചു മടങ്ങണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. തീർച്ചയായിട്ടും ആശ്വാസമാണ്. കുളിക്കുന്നതിലൊന്നും ഇവിടെ തർക്കമില്ല. പക്ഷെ അതിൽ കൂടെ ആരും കടന്നു പോരുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ അപകടം ഉള്ളത് കൊണ്ടാണ്. കാരണം അതിന് രണ്ടെന്ന് പറയുമെങ്കിൽ അതിൻ്റെ നടുക്ക് പോയി നിൽക്കുന്ന സമയത്ത് താഴത്തെ വീട്ടുകാരുടെ മുകളിലോട്ട് വെള്ളം മറിയും. അപ്പോൾ അത് ആ വീടിന് അകത്തോട്ടൊക്കെ വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. കനാലിന് നാട്ടുകാർ കാവലായതോടെ പുറത്തുനിന്ന് ഇവിടേക്കെത്തുന്ന ആളുകളുമായി വാക്കുതർക്കമുണ്ടാകുന്നത് പതിവാണ്. കനാലിന്റെ കൈവരികളിലേക്ക് ആളുകൾക്ക് കയറാൻ സാധിക്കാത്ത വിധം സംരക്ഷണ വേലിയൊരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ദൂരെന്ന് റീൽസും കണ്ട് ദൂരെ നിന്നൊക്കെ വന്ന് കുളിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കുളിച്ചോട്ടെ, കുളിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല, സന്തോഷത്തോടെ പോകട്ടെ. പക്ഷേ മദ്യപാനം ഒരു വലിയ പ്രശ്നമാണ്. വെള്ളത്തിൽ കുടിച്ചിട്ടിറങ്ങുക എന്നുള്ളത് വളരെ പ്രശ്നമാണ്. സുരക്ഷിതമായിട്ട് കുളിക്കുന്നതിന് പ്രശ്നമില്ല. സുരക്ഷിതമായിട്ട് വന്ന് കുളിച്ചിട്ട് പോയിക്കോ. അപ്പം ഇവർ വന്നിട്ട് ഈ വഴി കൂടെ പോയി ഒഴുകി അപ്പുറത്ത് ചെന്നിട്ട് കൈവേലിൽ കൂടെ നടന്നു പോകും. അപ്പോൾ അപകടകരമായിട്ടുള്ള രീതിയിൽ കൂടെയാണ് ഇവരിവിടെ ചെയ്യുന്നത്. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായി തെന്മല ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലെ ആളുകൾക്ക് വലിയ ആശ്വാസമാണ്. വേനൽക്കാലത്ത് കൃഷിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കുമായി ആളുകൾ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ കനാലിനെയാണ്. ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായി കനാലിനെയും സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആനന്ദത്തിനും ഉല്ലാസത്തിനുമപ്പുറം സ്വയം സുരക്ഷ കൂടി ഉറപ്പുവരുത്തി വേണം ഈ കനാലിലേക്ക് ഇറങ്ങാൻ. മദ്യപിച്ച് പല ആളുകളും ഇവിടെ വന്ന് ഈ കനാലിൽ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. അത് വലിയ തരത്തിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് കുളിച്ചു മടങ്ങിയാൽ നാട്ടുകാർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വന്ന് കുളിക്കുന്നവരുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കുകയും ചെയ്യും. കല്ലയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24.
പൊതുജനം കഴുതയല്ല സാർ. വെന്തുരുകുന്ന വേനൽ ചൂടിൽ കുളിർമയുള്ള കാഴ്ചയാണ് കലഞ്ഞൂരിൽ നിന്ന് വന്നത്. ഇതിൽ പല പ്രേക്ഷകരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നു, വേനലവധി ആഘോഷിക്കാൻ കുട്ടികൾ പുഴയിലും കുളത്തിലും ഇറങ്ങുന്നത് പതിവാണ്. രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത കാട്ടണം എന്നാണ് നൌഷാദ് പറയുന്നത്. മിനിബാബു പറയുന്നു, ഷിജോ കുര്യൻ വെള്ളത്തിൽ കിടന്ന് റിപ്പോർട്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ അതും അപകടമാണ്, അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മോഹനൻ പിലാത്തറ പറയുന്നു, നാട്ടിലെ കുളങ്ങളിലധികവും മതിൽ കെട്ടി സ്വന്തം അവകാശമാക്കി, ഇപ്പോൾ ആർക്കും കുളങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരുന്നു എന്ന്. ഏതായാലും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇത്തരം ജലാശയങ്ങളിലേക്ക് പോകുന്നവർ നീന്തൽ അറിഞ്ഞിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഷിജോ കുര്യൻ്റെ കാര്യത്തിൽ ഷിജോ കുര്യൻ അറിയപ്പെടുന്ന ഒരു നീന്തൽ താരം കൂടിയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും ഷിജോയ്ക്കുണ്ടാവില്ല. പക്ഷേ ഇത് കണ്ടിട്ട് പ്രേക്ഷകർ, നീന്തൽ അറിയാത്തവർ ആ സ്ഥലത്തേക്ക് പോയി അപകടം ക്ഷണിച്ചു വരുത്തരുത്. പൊതുജനം കഴുതയല്ല സാർ ഇനി പോകുന്നത് അങ്ങ് കൊൽക്കത്തയിലേക്കാണ്. കൊൽക്കത്തയിലെ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം പുറമ്പോക്കിൽ കഴിയുന്ന അതിദരിദ്രരായ മനുഷ്യരെക്കുറിച്ചാണ് പൊതുജനം കഴുതയല്ല സാർ പറയുന്നത്. ഇവരും ഇന്ത്യയിലാണ്, ഇവരും ബംഗാളിലാണ് എന്ന് അറിയുക. നാം കൊട്ടിഘോഷിക്കുന്ന വികസനമെന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചെന്ന് അവർക്ക് തോന്നിപ്പോയാൽ അത്ഭുതമില്ല. തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ദശാബ്ദങ്ങൾ ഭരിച്ച മണ്ണാണത്. അവർക്ക് സാധാരണക്കാരൻ്റെ ജീവിതം മാറ്റാനായില്ലെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തി സാധാരണക്കാരുടെ പിന്തുണയോടെ മറ്റൊരു പാർട്ടി അധികാരത്തിലെത്തി. അത് തുടരുന്ന നാടാണത്. ആ ജനങ്ങൾ പറയുന്നു, ആരു വന്നാലും ഒന്നുപോലെ, ദരിദ്രന് കഞ്ഞി കുമ്പിളിൽ തന്നെ. കാണാം കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, തീവണ്ടിക്കരികെ തീ തിന്ന് ജീവിതം. വിയറ്റ്നാമിലെയും തായ്ലൻഡിലെയും എല്ലാം ട്രെയിൻ സ്ട്രീറ്റുകൾ ചിലരെങ്കിലും കണ്ടു കാണും. ട്രെയിൻ വരുന്ന ട്രാക്കിനോട് ചേർന്നുള്ള കടകൾ, ട്രെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ ഷട്ടറുകൾ അടച്ചു മാറ്റുന്നു. ഇതൊക്കെ കൗതുകത്തോടെ കാണാനെത്തുന്ന സഞ്ചാരികൾ, ഇതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള ആ ചിത്രം. എന്നാൽ കൊൽക്കത്തയിലെ റെയിൽവേ ട്രാക്കുകളിൽ മറ്റൊരു ചിത്രമുണ്ട്. കൊൽക്കത്തയിലെ പാർക്ക് സർക്കസ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്താണ് നമ്മളുള്ളത്. കാണാം, ഒരു ട്രെയിൻ കടന്നു വരുന്നു. എത്ര അടുത്താണ് ഈ ട്രാക്കിനോട് ചേർന്നുകൊണ്ട് എത്ര അടുത്താണ് വീടുകളെന്ന് നമുക്ക് നോക്കണം. ഇത്രയും അടുത്ത് ട്രെയിൻ പോകുമ്പോൾ ഇത്രയും അടുത്ത് താമസിക്കേണ്ടി വരുന്ന ആളുകളാണ്. പലവട്ടം ഒരു ദിവസം ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്നു. ജീവന് പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലാണ്, അപകട സാധ്യതയുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ ജീവിതം. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഈ കുടിലുകളിലാണ്, ഷീറ്റ് മേഞ്ഞ ഈ കുടിലുകളിലാണ് ഈ മനുഷ്യർ താമസിക്കുന്നത്. നല്ല ചൂടുള്ള സമയമാണ്. പകൽ സമയം കൂടുതൽ സമയം അവർ പുറത്ത്, ഈ കുടിലിന് പുറത്ത് റെയിൽവേ ട്രാക്കിൽ സമയം ചെലവഴിക്കേണ്ടി വരും. അവർ ഭക്ഷണം പാകം ചെയ്യുന്നത്, വസ്ത്രം അലക്കുന്നത് എല്ലാം തന്നെ ഈ ട്രാക്കിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു അപകടം പിടിച്ച ഒരു ജീവിതമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. हम लोग का भी छोटा छोटा है, हम लोग का उम्र 40 हो गया. हम लोग यहाँ रहते हैं. आपके पास आधार वगैरह, रेशन कार्ड वगैरह सब है? दो चीज नहीं है. ये मोदी का पास है, कोई का पास नहीं है, मगर हम लोग के पास सब चीज है. തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്ക് ഉയർത്തുന്ന അപകട ഭീഷണി മാത്രമല്ല, ഒരു വീടെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒരു കുടിലും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ അത്തരം വിഷമങ്ങളൊന്നും തന്നെ അവർ ഇങ്ങോട്ട് പങ്കുവെക്കുന്നില്ല. दीदी को देना है हम लोग का सही. दीदी हम लोग लिए बहुत कुछ कर रहा है, बहुत कुछ कर रहा है, सब कुछ दे रहा हम लोग का. हम लोग दीदी को देंगे, दीदी को सिवा किसी को नहीं वोट देंगे. ममता दीदी को, बीजेपी को नहीं देंगे, नहीं मोदी को नहीं मिलेगा वोट. दीदी आपके लिए कुछ अच्छा? हाँ, भंडार, लक्की भंडार दिया
अच्छा विधवा लोग का पैसा दे रहा, अच्छा यहाँ पर सुविधा भी दे रहा है, पानी का भी सुविधा दे रहा है, तो क्यों नहीं देगा ममता दीदी को? പതിറ്റാണ്ടുകളായി ശോചനീയമായ ഈ സാഹചര്യത്തിൽ ജീവിച്ച് അങ്ങനെ ജീവിക്കാൻ മനസ്സ് പാകപ്പെടുത്തിയ മനുഷ്യരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തെങ്കിലും ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നില്ല, എന്തെങ്കിലും ഒരു മാറ്റം അവർ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ഒരു ഭരണകൂടം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമോ ഇത്തവണയെങ്കിലും എന്നതാണ് ചോദ്യം. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇതും ഇന്ത്യയിലാണ്. ചേരി നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊക്കെ വീമ്പ് പറയുന്ന ഒരു നാട്ടിലാണ് ഇത്തരം കാഴ്ചകൾ എന്നത് നമ്മളെ ഏതായാലും ഇത്തരം കാഴ്ചകൾ നമ്മുടെ ഓർമ്മകളിൽ അതിങ്ങനെ നിരന്തരം വന്നടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതും ഇന്ത്യയാണ് എന്ന് ബജിത് ടാക്സ് പറയുന്നുണ്ട്. ലൈറ്റ്നിങ് സ്ട്രൈക്ക് പറയുന്നു, ഇങ്ങനെ റെയിൽവേ പരിസരത്ത് മറ്റൊഴിഞ്ഞ ഗ്രൗണ്ടുകൾ എന്നിവിടങ്ങളിൽ ഇതുപോലെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നു, സിസ്റ്റം അവരോടൊപ്പം ഇല്ല എന്ന കാര്യം. ഷീജ MK പറയുന്നു, അവിടെയുള്ളവർക്ക് വീടില്ലേ, അവിടുത്തെ സർക്കാർ ഇത് കാണുന്നില്ലേ, കഷ്ടം, പാവങ്ങളുടെ ജീവിതം എന്നാണ്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അടുത്തൊരു വാർത്തയിലേക്കാണ്. അതിനിടെ ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കൊല്ലം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നതാണ്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാലാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഈ അവധി ബാധകമല്ല എന്നും കൊല്ലം ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കൊല്ലം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ കൊൽക്കത്തയിലെ വിശേഷമാണ് കണ്ടതെങ്കിൽ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ സ്ട്രോങ് റൂം വിവാദം സ്ട്രോങ് ആയി തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ നെന്മാറയിലും സ്ട്രോങ് റൂം വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നട്ടെല്ലായ ജനഹിതം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അത്ര എളുപ്പം ആർക്കും തുറക്കാൻ കഴിയുന്നതാണ്. കാണാം, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ട്രോങ് ആണോ സ്ട്രോങ് റൂം? സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പാലക്കാടും കോഴിക്കോടുമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. എന്താണ് സ്ട്രോങ് റൂം, എന്താണ് മെറ്റീരിയൽ റൂം? പരിശോധിക്കാം. വോട്ട് ചെയ്ത വോട്ടിംഗ് യന്ത്രങ്ങൾ, അതായത് EVM, VVPAT എന്നിവ സൂക്ഷിക്കുന്ന അതീവ സുരക്ഷാ മേഖലയാണ് സ്ട്രോങ് റൂം. ഇത് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്തു കഴിഞ്ഞാൽ വോട്ടെണ്ണൽ ദിവസം മാത്രമേ തുറക്കാവൂ. എന്താണ് മെറ്റീരിയൽ റൂം? തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോമുകൾ, ഫോം 17A, 17C, പ്രൊസീഡിംഗ് ഓഫീസറുടെ ഡയറി, മറ്റ് സ്റ്റാറ്റ്യൂട്ടറി രേഖകൾ എന്നിവ സൂക്ഷിക്കുന്ന ഇടമാണ് മെറ്റീരിയൽ റൂം. പോളിംഗ് കഴിഞ്ഞ ദിവസം പോളിംഗ് യന്ത്രങ്ങൾ പൂർണ്ണമായും സ്റ്റോർ റൂമിലേക്ക് മാറ്റി സീൽ ചെയ്യുന്നതിനൊപ്പം മെറ്റീരിയൽ റൂമും അടയ്ക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനുകളും തെരഞ്ഞെടുപ്പ് രേഖകളും സീൽ ചെയ്ത് സുരക്ഷിതമാക്കേണ്ട ചുമതല പ്രൊസീഡിംഗ് ഓഫീസർമാർക്കാണ്. പിന്നീട് ഇത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. മെഷീനുകളിൽ സുരക്ഷിതമായി പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കേണ്ട ചുമതലയും റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ്. പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്മേൽ പറയുന്നത്. ചട്ടലംഘനം അടക്കം നടന്നിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. മറന്നുവെച്ച രേഖകൾ എടുക്കാനെന്ന വിശദീകരണം നിയമപരമായി നിലനിൽക്കില്ലെന്നും കമ്മീഷന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന വീഴ്ചയായി മാറിയെന്നും റിപ്പോർട്ടിലുണ്ട്. അടിസ്ഥാന ചട്ടങ്ങൾ പോലും മറന്ന മട്ടിലാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്. രേഖകൾ സൂക്ഷിച്ച മുറിയാണ് തുറന്നതെന്ന ഉദ്യോഗസ്ഥന്റെ വിശദീകരണം തൃപ്തികരമല്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അറിയിച്ചിരുന്നുവെന്നതും തെളിയിക്കാനായില്ല. വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. എന്നാൽ കളക്ടറുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരനായ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാത്തതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. അത്രയ്ക്ക് സെൻസിറ്റീവായ ഒരു കാര്യത്തിൽ നടപടിയില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ജനാധിപത്യ നീതിയുമായ കേരളത്തിൽ ജീവിക്കുക? പൊതുജന മധ്യത്തിലുള്ള സംശയം ദൂരീകരിക്കണം. ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം.
ഇപ്പം 72 മണിക്കൂർ കഴിഞ്ഞു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കലക്ടറെടുത്ത് നിന്ന് ഓരോ സമയത്ത് ഓരോ നിലപാട് വരുന്നു. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷയെക്കുറിച്ച് ഒരു മുന്നണിക്ക് കോടതിയിൽ പോകേണ്ട അവസ്ഥ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. കലക്ടറുടെ നടപടിയിൽ ദുരൂഹത ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാരണം, ഇതൊന്നും തൻ്റെ അറിവോടുകൂടിയല്ല, നടപടി തെറ്റാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞ കലക്ടർ എന്തുകൊണ്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ ഓഫീസർ കലക്ടർക്ക് ഇവിടെ ഒരു മാറ്റി നിർത്താം? ആ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പാലക്കാട് നെന്മാറയിൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇടപെട്ട് തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിശ്വസ്തതയെ ബാധിക്കുന്ന നടപടികളാണ് ഉണ്ടായതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ജനഹിതം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അത്ര എളുപ്പം ആർക്കും തുറക്കാൻ കഴിയുന്നതാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. 2019 തമിഴ്നാട്ടിലെ മധുരയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപം രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ അനുമതിയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥ പ്രവേശിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റാൻ മദ്രാസ് ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടിരുന്നു. ഇലക്ഷൻ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവമാണ്. ആ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിനിടയിൽ പല തലത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വിവാദമായിട്ടാണ് ഈ സ്ട്രോങ് റൂം വിവാദത്തെയും രാഷ്ട്രീയ കേരളം കാണുന്നതും. അനൂപിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. സ്ട്രോങ് റൂം സ്ട്രോങ് ആയിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉയർന്നു വന്ന വിവാദങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, നടപടി എടുക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത് സംബന്ധിച്ച സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്വമുണ്ട്. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. വിനീത് നാരായണൻകുട്ടി പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശതമാനക്കണക്കുകൾ വന്നോ, അതുമായി ബന്ധപ്പെട്ടാണോ സ്ട്രോങ് റൂം തുറക്കലെന്ന്. ബീന ജയൻ പറയുന്നു, മെയ് 4-നായി വോട്ട് ചെയ്ത എല്ലാവരും കാത്തിരിക്കുന്നു, ഇതൊരു വല്ലാത്ത കാത്തിരിപ്പായി പോയി എന്ന കാര്യം. ഏതായാലും ജനങ്ങൾ കാത്തിരിക്കുക. മെയ് 4-ാം തീയതിക്ക് ഇനി അധിക നാളില്ല. മെയ് 4-നറിയാം കേരളം ആര് ഭരിക്കും എന്ന കാര്യം. മറ്റൊരു വിശേഷത്തിലേക്കാണ്. കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് സർവീസ് നടത്താതെ കിടക്കുന്ന ഈ ഓട്ടോകൾ മാറ്റണമെന്ന ആവശ്യവുമായി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ രംഗത്ത്. ഉപയോഗമില്ലാതെ കിടക്കുന്ന 30 ഓട്ടോകളാണ് ഈ മാസം 30-നകം മാറ്റണമെന്നുള്ള നിർദ്ദേശം KMRL നൽകിയത്. വാഹനങ്ങൾ ഓടിക്കാൻ പരമ്പരാഗത തൊഴിലാളികൾ തയ്യാറാകുന്നില്ലെന്നും തുടർന്നുണ്ടായ അറ്റകുറ്റപ്പണികളാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നും ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നു. കാണാം, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ ഓട്ടോ ആ ലക്ഷങ്ങൾ. 2022 നവംബറിലാണ് കൊച്ചിൻ കോർപ്പറേഷൻ വഴി 30 ഓട്ടോകൾ നിരത്തിലിറങ്ങുന്നത്. നഗരത്തിൽ യാത്രക്കാർക്ക് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനായിരുന്നു പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടമായിരുന്നു 30 ഓട്ടോകൾ. ഇവ എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൈമാറി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ ഓട്ടോകൾ കലൂർ മെട്രോ പാർക്കിങ്ങിൽ കിടന്ന് നശിക്കുകയാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടക്കുന്ന ഓട്ടോറിക്ഷകൾ ഉടൻ തന്നെ മാറ്റണമെന്ന് KMRL നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ മാസം 30-നകം മാറ്റിയില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് അറിയിപ്പ്. ടെൻഡറിൽ ഉൾപ്പെടുന്നതല്ല ഈ 30 ഓട്ടോകളെന്നും KMRL വ്യക്തമാക്കുന്നു. ഈ ഓട്ടോകൾ ഓടിക്കാൻ പരമ്പരാഗത തൊഴിലാളികൾ തയ്യാറാകാതെ ഇരുന്നതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് സൊസൈറ്റി പറയുന്നത്. സർക്കാർ നിരക്കിൽ ഓടണമെന്നുള്ളതിനാൽ തൊഴിലാളികൾ എത്താത്തതും സർക്കാർ സബ്സിഡി മുടങ്ങിയതും കാരണമായി എന്നും സൊസൈറ്റി വ്യക്തമാക്കുന്നുണ്ട്. അന്ന് ആ വണ്ടികൾ ഓടിക്കാനായിട്ട് നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾ തയ്യാറായിരുന്നില്ല. പകുതി പേര്, എല്ലാ യൂണിയനുകളും അവരുടെ കോട്ട അനുസരിച്ച് ആളുകൾ എത്തിക്കേണ്ടതാണെങ്കിലും അവിടെ അത് പരാജയപ്പെട്ടു. ശരിക്കും പറഞ്ഞ ഒരു 30 വണ്ടിയിൽ 10-12 വണ്ടിയാണ് 9 മാസം സർവീസ് നടത്തിയത്. ഏകദേശം 2 വർഷത്തിനടുത്തായി ഈ ഓട്ടോകൾ ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ്. ഏകദേശം നല്ലൊരു തുക അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടിവരും. കാരണം ഇവയുടെയെല്ലാം ബാറ്ററി ഉൾപ്പെടെ മാറണം. അതിനുള്ള അറ്റകുറ്റപ്പണികൾ ആര് നടത്തണം എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷനായിട്ട് നിലനിൽക്കുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തി ഈ ഓട്ടോകൾ നിലത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പദ്ധതിയുടെ സാക്ഷാത്കാരം കൂടിയാകും. കൊച്ചിയിൽ നിന്നും ഹരികൃഷ്ണനൊപ്പം ആൻമരിയ സണ്ണി, 24.
പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ ഈ ഓട്ടോകൾ വാങ്ങിക്കൂട്ടിയതിന് എത്രയോ ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഈ പണം, പൊതുപണം അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയുടെ പണമാകട്ടെ, ഇങ്ങനെ ഈ പണം അനാവശ്യമായി ചെലവാക്കി കളഞ്ഞവർക്ക് അവരിൽ നിന്ന് തുക കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇനിമേൽ ഇത്തരം നടപടികൾ ആരും തുനിയാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് പാഴാക്കി കളയാതെ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കെങ്കിലും സൗജന്യമായിട്ടെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളുമൊക്കെ അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.